എൻ്റെ +2 കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രിക്ക് പോയി. ഡിഗ്രി BBMA ചെയ്തു മാംഗ്ലൂർ STM. അതിനപ്പുറം ഞാൻ ഒന്നും പഠിക്കാൻ പോയില്ല. ജോലി കിട്ടി, ജോലി വേണ്ട വെച്ചു, ബിസിനസ്സിലേക്ക് തന്നെ ഇറങ്ങി. അതായത് ഈ സൈക്കിൾ ബിസിനസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആകെ ഒരു സൈക്കിൾ ഷോപ്പേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളുടെ എല്ലാവരുടെയും കുട്ടിക്കാല ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വസ്തുവാണ് സൈക്കിൾ. നല്ലതും ചീത്തയുമായ ഒത്തിരി അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങൾ ആദ്യമായി നിങ്ങളുടെ സൈക്കിളിൽ യാത്ര ചെയ്ത സ്ഥലം എവിടെയാണെന്ന്? ഇപ്പോൾ യാത്രകൾ മാറി ഫിറ്റ്നസിലേക്ക് മാത്രമായി സൈക്കിൾ ഒതുങ്ങിയിരിക്കുകയാണ്. എന്നാൽ നമുക്കും ഒരു സൈക്കിൾ റീറ്റെയിൽ ഷോപ്പ് ബിസിനസ് ആരംഭിച്ചാലോ? ഈ ബിസിനസിന്റെ വിപണി സാധ്യത കണക്കിലെടുത്ത് സൈക്കിൾ റീറ്റെയിൽ ബിസിനസിന്റെ എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു കോഴ്സ് ഇപ്പോൾ ഫ്രീഡം ആപ്പിൽ ലഭ്യമാണ്. നമ്മുടെ മെന്റർ കിരൺ ദത്ത് പ്രഭു ഈ ബിസിനസിന് ആവശ്യമായ മൂലധനം, ലോൺ എന്നിവയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് പറഞ്ഞു തരും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എൻ്റെ പേര് കിരൺ ദത്ത് ഡി പ്രഭു. ഞാൻ ന്യൂ പ്രഭു സൈക്കിൾ കമ്പനിയുടെ ഒരു പാർട്ട്ണറാണ്. ഞാനിപ്പോൾ ഈ രംഗത്ത് വന്നിട്ട് ഒരു 5 കൊല്ലമായുള്ളൂ. ഓക്കെ, നമ്മൾ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പയ്യന്നൂരാണ്, കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് ആക്ച്വലി പറയാൻ പറ്റൂല. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ബിസിനസ് സ്ലോലി ഗ്രോത്ത് ആയിട്ട് വന്നൊരു ബിസിനസ്സാണ്. അപ്പം നമുക്കൊരു ഇനീഷ്യലി ഇൻവെസ്റ്റ്മെന്റ് എന്നുണ്ട് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് അറൗണ്ട് ഒരു 10 lakh 11 lakh ഒക്കെ വേണ്ടി വരും. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ബിറ്റ്വീൻ 10 to 15 lakhs തന്നെയാണ്. സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാല് വലിയൊരു ഷോപ്പായിട്ടൊന്നും ആയിരിക്കൂല. നമുക്ക് ചെറിയൊരു ബിസിനസ് ആയിട്ട് ചെറിയൊരു ജസ്റ്റ് ഒരു മുറിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സർവീസ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു റെന്റ് എന്ന് വെച്ചാൽ ഒരു അബവ് 15,000 ഒക്കെ കൊടുത്തിട്ട് ഒരു ബിസിനസ് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ സൈക്കിള് നമുക്ക് സ്പേസ് കുറേ എടുക്കും. ഒരു സൈക്കിൾ ഡിസ്പ്ലേയിൽ നമുക്കൊരു സ്പേസ് കുറേ പോകും. ഡെപ്പോസിറ്റ് ഒരു 2 lakhs മുതൽ എടുക്കുന്ന ഓണേഴ്സ് ഉണ്ട്. സൈക്കിൾ റീറ്റെയിൽ ഷോപ്പ് ബിസിനസിന്റെ മൂലധനം, ലോൺ എന്നിവയെ കുറിച്ചുള്ള ഒരു ചെറിയ ഭാഗത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയത്. അവ ഏതെല്ലാം വിധത്തിൽ വിനിയോഗിക്കണമെന്നും ഈ ബിസിനസിന് ആവശ്യമായ സർക്കാർ ആനുകൂല്യങ്ങൾ ഏതെല്ലാം എന്നതിനെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എല്ലാ വിവരങ്ങളും അടങ്ങിയ കോഴ്സ് ഇപ്പോൾ ഫ്രീഡം ആപ്പിൽ ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഫ്രീഡം ആപ്പ് ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയി ഡൗൺലോഡ് ചെയ്യൂ. നമുക്കിനി ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാം. പ്രൊസീജിയർ എന്ന് പറയുന്നത് അഗ്രിമെന്റ് ചെയ്യുക, അതിനനുബന്ധിച്ചിട്ടുള്ള മറ്റു പല ലീഗൽ പ്രൊസീജിയേഴ്സും ഉണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെന്റ് എടുക്കാം, റെന്റിന് കിട്ടുന്നതാണ്. പിന്നെ ലൈസൻസിലേക്ക് വരുമ്പം ലൈസൻസ് ഫീസ് അബവ് 5,000 to 10,000 ഒക്കെ വരും. നമ്മൾ ഇന്റീരിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ബേസിക് ആയിട്ടുള്ള ഇന്റീരിയർ എങ്കിലും ചെയ്യണം. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന സൈക്കിളിന് അതിന്റെ ആ ഒരു ലുക്ക് ഉണ്ടാവില്ല. അതായത് ഇന്റീരിയർ മര്യാദയ്ക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 5,000 രൂപ പറയുന്ന സൈക്കിളിന് വരുന്ന കസ്റ്റമർ 3,000 രൂപ കാണുള്ളൂ. അതാണ് അതിന്റെ ഡിഫറൻസ്. നമ്മൾ ഇന്റീരിയർ കുറച്ചും കൂടി ചെയ്ത് കഴിഞ്ഞാൽ 5,000 രൂപ ഉണ്ട് എന്നുള്ളൊരു ചിന്ത വരും. ആ ഒരു ഡിഫറൻസ് ആണ്. ഇന്റീരിയറിൽ അത്രയും പ്രാധാന്യമുണ്ട്. ഇതിപ്പം സൈക്കിൾ ബിസിനസ് എന്നല്ല, ഏത് ബിസിനസ് ആയി കഴിഞ്ഞാലും അങ്ങനെ ഒരു ഇത് വരും. ഇവിടുത്തെ ഇന്റീരിയേഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു 7 lakh വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. മുദ്ര ലോൺസ്, OD അക്കൗണ്ട്സ് ഉണ്ടാവും, OD കിട്ടും, ഓവർ ഡ്രാഫ്റ്റ്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഫണ്ട്സ് റേസ് ചെയ്യാനില്ല. അപ്പൊ ഈ OD എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ഇന്റീരിയർ ചെയ്യാനൊന്നും നമ്മൾ യൂസ് ചെയ്യില്ല. അതേപോലെ തന്നെ നമ്മളെ ഇപ്പം പറഞ്ഞ മുദ്ര ലോൺസും നമുക്ക് ഇന്റീരിയർ ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇവിടുത്തെ സ്റ്റോക്സ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, ഇന്റീരിയർ ചെയ്യാൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വേറെ കാണണം. അത് നമുക്ക് പേഴ്സണൽ ലോൺസ് ആയിട്ട് എടുക്കാം. ഫോർമാലിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊജക്ട് റിപ്പോർട്ട്, ഇപ്പോൾ മുദ്ര ലോണോ നമ്മൾ OD ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ പ്രൊജക്ട് റിപ്പോർട്ടാണ് നമുക്കൊരു പുതുതായി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ബിസിനസ്സിൽ ഏറ്റവും അവർ നോക്കുക ഫസ്റ്റ്. പിന്നെ വരുന്ന കസ്റ്റമേഴ്സ്, അതായത് ലോൺ അപേക്ഷിക്കുന്ന ആളെ ജെന്യൂനിറ്റി, ഇതൊക്കെയാണ് ബാങ്ക്സ് ഒക്കെ നോക്കുന്നത്. ഇപ്പം നോർമലി അവർ സിബിൽ സ്കോർ നോക്കും. അത് നോക്കിയിട്ടാണ് അവർ കൂടുതൽ എത്ര എമൗണ്ട് കൊടുക്കും. ഇപ്പം മുദ്ര ലോൺസ് അറൗണ്ട് 10 lakhs ആണ്. 10 lakhs തന്നെ കിട്ടണമെന്നില്ല. നമ്മൾ സിബിൽ സ്കോർ നോക്കിയിട്ട് അതിനനുസരിച്ച് ഡിഫറൻസ് വരും. എല്ലാ നാഷണലൈസ്ഡ് ബാങ്ക്സിലും നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മളൊരു പ്രോജക്റ്റ് പ്ലാൻ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഉണ്ട്, OD ഉണ്ട്, ഓവർ ഡ്രാഫ്റ്റ്. പണ്ട് മുതലില്ല നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് ആണ്. അപ്പം ഡിഫറൻസ് ഒന്നും വരാത്തൊരു OD ആണ്. ബിസിനസ് വേണ്ടിയിട്ട് ഇങ്ങനെ റണ്ണിങ് കോസ്റ്റ് ആയിട്ട് ഇങ്ങനെ അത് കിഷോറും സൈക്കിൾ റീറ്റെയിൽ ഷോപ്പ് ബിസിനസ് നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ അതിനാവശ്യമായ മൂലധനം, ലോൺ എന്നിവയെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതിയോ?
ഈ ബിസിനസ് നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ ഇതിനാവശ്യമായ സ്ഥലം, അതുപോലെ തന്നെ ഫീസ് ക്രമീകരണം, എക്യുപ്മെന്റ്സ്, റോ മെറ്റീരിയൽസ് എന്നിവ അടങ്ങിയ ഒത്തിരി വിവരങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ ബിസിനസ് ആരംഭിക്കുന്നതിനായുള്ള സ്ഥലം, ലൈസൻസ്, പ്രോഫിറ്റ് എന്നിവയെല്ലാം അടങ്ങിയ ഡീറ്റെയിൽ ആയുള്ള കോഴ്സ് ഇപ്പോൾ ഫ്രീഡം ആപ്പിൽ ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, കോഴ്സ് മുഴുവനായി കാണൂ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.